നമസ്കാരം, മുത്തിന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വളരെ പ്രയോജനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വന്നത് കേട്ടോ. ഒരുപാട് പേർക്ക് പ്രയോജനമാകും എൻ്റെ ഈ വീഡിയോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം കണ്ണൂർ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് അക്കരെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം ഇല്ല കേട്ടോ അവിടെ. ഈ 28 ദിവസം ക്ഷേത്രം കെട്ടി ഉണ്ടാക്കുക ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോയിലേക്ക് നമുക്ക് പിന്നെ പോകാം. അപ്പോൾ അക്കരെ കൊട്ടിയൂരിൽ ഇപ്പം പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. 28 ദിവസം സ്ത്രീകൾക്ക് മെയ് 30 മുതൽ ജൂൺ 20 വരെയായിരുന്നു. അതിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ തലശ്ശേരിയിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഒരുപാട് ബുദ്ധിമുട്ട് കിട്ടും. സാരിയൊക്കെ ഉടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. വർഷത്തിൽ ഒരിക്കൽ വരുന്നതല്ലേ, അപ്പോൾ സാരിയൊക്കെ എടുത്ത് പോകാമെന്ന് ഇങ്ങനെ കരുതി. അത് നമുക്ക് എന്താ പറയുക, യൂസർ ഫ്രണ്ട്ലി ആയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ സൗകര്യമുണ്ട്. പക്ഷേ സാരി ഉടുക്കാൻ സൗകര്യമില്ല. ചുരിദാറൊക്കെ ഇടുവാണെങ്കിൽ, പട്ടുപാടും ബ്ലൗസും ഒക്കെ ഇടുവാണെങ്കിൽ നല്ലപോലെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ 30 രൂപയ്ക്ക് നമുക്ക് റെഡിയാകാൻ പറ്റും. അതിൽ സാരിയൊക്കെ ഉടുക്കണം എന്നുണ്ടെങ്കിൽ ചീപ്പ് റേറ്റിന് റൂം കിട്ടുന്ന, അതും ലേഡീസിന് വിശ്വസിച്ച് റൂം എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ കൂടുതൽ വീഡിയോ കാണുക, മുത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. റെയിൽവേ സ്റ്റേഷന് അടുത്ത് തന്നെയാണ് കേട്ടോ ഈ റൂമുള്ളത്. വിശ്വസിച്ച് റൂം എടുക്കാം. ഞാൻ തിരക്കിയിട്ടൊക്കെയായിരുന്നു എടുത്തത്. വിശ്വസിച്ച് റൂം എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഒരുപാട് പേര് ഫാമിലി ആയിട്ടൊക്കെ വന്ന് എടുക്കുന്നു. നല്ല ചീപ്പ് റേറ്റിന് ബാർഗൈൻ ചെയ്താൽ കിട്ടും. പിന്നെ ആധാർ കാർഡ് മസ്റ്റാണ് കേട്ടോ. അഡ്രസ്സുള്ള ID പ്രൂഫാണ് അവർക്ക് വേണ്ടത്. പാൻ കാർഡല്ല, അഡ്രസ്സുള്ള ID പ്രൂഫ് വേണം. അപ്പോൾ അത്രയുള്ള മുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അതാണ് ഞാൻ കാണിക്കാമേ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താനായിട്ടാണ് ഈ റൂം വരുന്നത്. റൂമിൽ നിന്നാൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കാണാം. അത്രയ്ക്കും അടുത്താണ്. വളരെ അഫോർഡബിൾ ആയിട്ട്, യൂസർ ഫ്രണ്ട്ലി ആയിട്ട്, സ്ത്രീകൾക്ക് വളരെ സുരക്ഷിതമായിട്ട് ചെന്ന് റൂം എടുക്കാം. പിന്നെ ID പ്രൂഫ് കൈ കരുതണം. അവർ അഡ്രസ്സുള്ള ID പ്രൂഫാണ് ചോദിക്കുന്നത്. ഞാൻ ആധാർ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ആധാർ കാർഡ് മസ്റ്റാണ്. റൂം എടുക്കാൻ പോകുമ്പോൾ കൈ കരുതണം. ഇപ്പോൾ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആയതുകൊണ്ട് റൂമിനൊക്കെ ഹൈ റേറ്റാണ്. ഞാൻ മാവേലിക്കര പോയിരുന്നതുകൊണ്ട് എനിക്ക് തലശ്ശേരി ഇറങ്ങിയാൽ മതിയായിരുന്നു. എനിക്ക് റൂം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ കണ്ണൂർ ഇറങ്ങിയത്. പക്ഷേ എടുത്ത ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തലശ്ശേരിയിൽ ഇറങ്ങിയാലും കണ്ണൂർ ഇറങ്ങിയാലും അത്യാവശ്യം നമുക്ക് ബസ് കൂലിയിൽ അധികം വ്യത്യാസമൊന്നും വരുന്നില്ല. 10-20 രൂപയുടെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. തലശ്ശേരിയിൽ നിന്ന് 80 രൂപ പോയിൻ്റാണ് KSRTC ബസ്സിന് കൊട്ടിയൂർക്ക്. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നും അത്രയും റേറ്റേ ആവുന്നുള്ളൂ. 80-88 രൂപ റേറ്റേ ആവുന്നുള്ളൂ. ഇവിടുന്ന് ഈ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഒരു 30 രൂപ പോയിൻ്റ് നടന്നു പോകുന്നവർക്ക് നടന്നു പോകാം. അത്രയും വരുന്നുള്ളൂ ബസ് സ്റ്റേഷനിലേക്ക്. റെയിൽവേ സ്റ്റേഷനും അടുത്താണ്, ബസ് സ്റ്റാൻഡും അടുത്താണ്. പിന്നെ സ്ത്രീകൾക്ക് എന്താ പറയുക, അഫോർഡബിൾ ആയിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഇടമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. മുത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം.